വധക്കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. എറണാകുളം റൂറൽ എസ്.പി. യതീഷ് ചന്ദ്രയെ സ്ഥലം മാറ്റി പി.എൻ. ഉണ്ണിരാജ പുതിയ എസ്.പി. ആകും. പെരുമ്പാവൂർ ഡിവൈഎസ്പി കുറുപ്പുംപടി സി.ഐ. എന്നിവർക്കും സ്ഥലം മാറ്റം. അതേസമയം ജിഷ കേസ് അന്വേഷണം ഏറ്റെടുത്ത എ.ഡി.ജി.പി. ബി സന്ധ്യ ജിഷയുടെ വീട് സന്ദർശിച്ചു. ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. ഉമേഷ്, പ്രധാനമായും നേരത്തെ കേസ് അന്വേഷിച്ച പലർക്കും സ്ഥലം മാറ്റം. റൂറൽ എസ്.പി. യതീഷ് ചന്ദ്ര, ഒപ്പം തന്നെ മൃതദേഹം ദഹിപ്പിക്കാൻ അനുമതി നൽകിയ കുറുപ്പുംപടി സി.ഐ. അടക്കമുള്ളവർക്ക് സ്ഥലം മാറ്റം. മറ്റൊന്ന് ബി സന്ധ്യ ഇന്ന് ജിഷയുടെ വീട് സന്ദർശിക്കുകയുണ്ടായി. ക്രോഡീകരിച്ച വിവരങ്ങൾ എന്താണ്? മനു, എ.ഡി.ജി.പി. ബി സന്ധ്യ ഇന്ന് ഉച്ചയോടെയാണ് എറണാകുളത്ത് എത്തിയത്. പഴയ അന്വേഷണ സംഘത്തിന്റെയും പുതിയ സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തു. ഇതിനുശേഷം അന്വേഷണ പുരോഗതി വിലയിരുത്തി. തുടർന്ന് അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച ഒരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. ഇതിനുശേഷം എ.ഡി.ജി.പി. ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പെരുമ്പാവൂരിൽ ജിഷയുടെ വീട് സന്ദർശിച്ചു. വീടും പരിസരവും വിശദമായി പരിശോധിച്ച ശേഷം അയൽവാസികളുടെ മൊഴി എടുക്കുകയും ചെയ്തു. ഇതിനുശേഷം മൊഴിയെടുക്കലിന് ശേഷം ജിഷയുടെ അമ്മയെയും എ.ഡി.ജി.പി. ബി സന്ധ്യ കാണുകയുണ്ടായി. അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തി. പ്രധാനമായും അയൽവാസികളുടെ മൊഴി കേന്ദ്രീകരിച്ച ഒരു അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ചും പഴയ അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴിയും പുതിയ അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ അന്വേഷണ സംഘത്തിലെ പലരെയും ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ചും എറണാകുളം റൂറൽ എസ്.പി. ആയിരുന്ന യതീഷ് ചന്ദ്ര ഈ അന്വേഷണ സംഘത്തിൽ മേൽനോട്ടം വഹിച്ചിരുന്നയാളാണ്. യതീഷ് ചന്ദ്രയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം പുതിയ അന്വേഷണ സംഘത്തിലുള്ള എസ്.പി. ഉണ്ണിരാജന് ആലുവ റൂറലിന്റെ ചുമതല നൽകിയിരിക്കുകയാണ്. അതേസമയം പെരുമ്പാവൂർ ഡിവൈഎസ്പിയെയും ഒപ്പം കുറുപ്പംപടി സിയെയും അന്വേഷണ ചുമതല തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് പുതിയ ചുമതല നൽകിയിട്ടുമില്ല. എന്തായാലും അന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മനു, തീർച്ചയായിട്ടും ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ജിഷ വധക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ സമയം ആവശ്യമാണെന്ന് എ.ഡി.ജി.പി. ബി സന്ധ്യ. എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും എ.ഡി.ജി.പി. ജിഷയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പുതിയ സംഘത്തിന്റെ ആദ്യ യോഗത്തിന് ശേഷമായിരുന്നു എ.ഡി.ജി.പിയുടെ പ്രതികരണം. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളും ടീമിലുള്ള ഉണ്ണിരാജനുണ്ട്, പി.കെ. മധുവുണ്ട്, അവർക്ക് ആർക്കെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുക. പേഷ്യൻസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും ആവശ്യം. ടേക്സ് ടൈം. പിന്നെ ഇൻവെസ്റ്റിഗേഷന് നിങ്ങൾക്ക് അറിയാമല്ലോ, രഹസ്യ സ്വഭാവമുള്ളതാണ്. അത് കോടതിക്കായിരിക്കും പോകുന്നത്. സഹകരിക്കണം. നമ്മുടെ എല്ലാവരുടെയും ഒരു ഇഷ്യൂ ആയിട്ട് കണ്ടാൽ മതി. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. വെരി ബിസി റൈറ്റ് നൗ വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ. അല്ല, അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, പുതിയ ടീം എടുത്തിട്ടുണ്ട്. അപ്പം ലെറ്റ് us ഡു സംതിങ്. എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിലല്ലേ അർത്ഥമുള്ളൂ. 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെ ഗതാഗതവും രജിസ്ട്രേഷനും നിരോധിച്ച ഹരിത ട്രിബ്യൂണൽ വിധി ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ഡീസൽ വാഹന നിയന്ത്രണവും നിരോധനവും അടങ്ങുന്നതാണ് വിധി. സ്വകാര്യ വാഹന നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ 10 വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു ഹരിത ട്രിബ്യൂണലിന്റേത്. 2000 സിസിക്ക് മുകളിലുള്ള പുതിയ ഡീസൽ വാഹനങ്ങൾ സർക്കാർ രജിസ്റ്റർ ചെയ്ത് നൽകരുത് എന്നും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ കൊച്ചി സർക്യൂട്ട് ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സ്വകാര്യ വാഹന ഡീലർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പഠനം നടത്താതെയാണ് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടത് എന്ന് കുറ്റപ്പെടുത്തിയ കോടതി ധൃതി പിടിച്ചെടുത്ത തീരുമാനമാണ് ഹരിത ട്രിബ്യൂണലിന്റേതെന്നും വിമർശിച്ചു. 1 മാസം കൊണ്ട് ഉത്തരവ് നടപ്പാക്കുക അസാധ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ആരാഞ്ഞില്ല. വസ്തുതകൾ വിശദമായി പരിശോധിക്കേണ്ടിയിരുന്നുവെന്നും ജസ്റ്റിസ് പി.ബി. സുരേഷ് കുമാർ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് മലാപ്പറമ്പ് എ.യു.പി. സ്കൂൾ ജൂൺ 8-നുള്ളിൽ അടച്ചുപൂട്ടണമെന്ന് ഹൈക്കോടതി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 8-നകം റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിൽ ആഭ്യന്തര സെക്രട്ടറി, ജില്ലാ കളക്ടർ, ഡി.ജി.പി, കമ്മീഷണർ എന്നിവരെ കോടതി കക്ഷി ചേർത്തു. കോടതി ഉത്തരവ് നടപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നും കോടതി ചോദിച്ചു. പുറ്റിങ്ങൽ ക്ഷേത്ര ഭാരവാഹികളുടെയും വെടിക്കെട്ട് കരാറുകാരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 38 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പുറ്റിങ്ങലിൽ നടന്നത് മത്സരക്കമ്പമാണെന്നും അതിൽ ഇവർക്ക് പങ്കുള്ളതായും കോടതി കണ്ടെത്തി. പുറ്റിങ്ങലിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളുടെയും വെടിക്കെട്ട് കരാറുകാരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 38 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്.
പുറ്റിങ്ങലിൽ നടന്നത് മത്സരകമ്പമായിരുന്നുവെന്നും അതിൽ ക്ഷേത്രഭാരവാഹികൾക്കും കരാറുകാർക്കും പങ്കുള്ളതായി കോടതി കണ്ടെത്തിയതിനെ തുടർന്നുമായിരുന്നു ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം 1 മാസം മുമ്പ് വെടിമരുന്ന് വിൽപ്പന നടത്തിയ 2 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. 28-ാം പ്രതി ജിബു, 29-ാം പ്രതി സലീം എന്നിവർക്ക് മത്സരകമ്പവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് പി. ഉബൈദ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. പുറ്റിങ്ങലിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും നിയമം കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ഉത്സവങ്ങളിൽ വെടിക്കെട്ടിന് നിയന്ത്രണം വേണമെന്നും ഇപ്പോഴുള്ളത് അനാരോഗ്യകരമായ പ്രവണതയാണെന്നും ഹൈക്കോടതി പറഞ്ഞു. മാത്രമല്ല, ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളത്തും വെടിക്കെട്ടും പോലുള്ള ദുരാചാരങ്ങൾ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന ശ്രദ്ധേയ നിരീക്ഷണവും കോടതി നടത്തി. ഒരു മതവും ഇത്തരത്തിലുള്ള സ്ഫോടനാത്മകമായ ചടങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നും കോടതി വിമർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഖജനാവ് കാലിയല്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 1009 കോടിയുടെ മിച്ച ട്രഷറിയാണ് പുതിയ സർക്കാരിന് കൈമാറിയത്. അവസാന കാലത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ അന്വേഷിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. 1009 കോടി രൂപയുടെ മിച്ച ട്രഷറിയാണ് ഈ 24-ാം തീയതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ അക്കൗണ്ട് കാണിച്ചാൽ മതിയോ? ബാക്കിയുള്ള ബാധ്യത വേണ്ടേ? ബാധ്യത വേണം. കഴിഞ്ഞ UDF ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു സ്ഥിതി. പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. കാരണം വളരെയേറെ തെറ്റിദ്ധാരണ പൊതുജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു, അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള നിയമലംഘനമുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട്. ഉമ്മൻചാണ്ടിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടാൻ 3 വർഷമെങ്കിലും എടുക്കും. 700 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ ഖജനാവിലുള്ളത്. കടമെടുക്കാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ അവസ്ഥാവിശേഷം മാറുന്നതിന് ഇനി ചുരുങ്ങിയതൊരു 3 വർഷം എടുക്കും. കാരണം അത്രക്കേറെ ബാധ്യത. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. പുതിയ തെരു ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. പുലർച്ചെ 1:30-ക്കാണ് അപകടം സംഭവിച്ചത്. കാർ യാത്രക്കാരായ രാജസ്ഥാൻ സ്വദേശി ആൽഫ്രഡ്, സിഡി ജോൺ, മകൻ കാതറിൻ എന്നിവരാണ് മരിച്ചത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. ഗവർണർ കേശരിനാഥ് ത്രിപാഠി മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബംഗാളി ഭാഷയിലാണ് മമത സത്യപ്രതിജ്ഞ ചൊല്ലിയത്. US ഡ്രോൺ ആക്രമണത്തിൽ അഫ്ഗാൻ താലിബാൻ മേധാവി മുല്ല മൻസൂൻ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. 5 ദിവസം മുമ്പ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് താലിബാൻ മേധാവി കൊല്ലപ്പെട്ടത്. രാജ്യമെങ്ങുമുണ്ടായ കൊടിയ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ എല്ലാ നഗരങ്ങളിലും മഴക്കൊയ്ത്തിന് ഊർജിത കർമ്മപരിപാടി നടപ്പാക്കാൻ നഗരവികസന മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് പുറമെ പഴയ കെട്ടിടങ്ങളും മഴക്കൊയ്ത്തിന് സജ്ജമാക്കണം. സുപ്രീം കോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട ഉപസമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി. 6 മാസത്തിന് ശേഷമാണ് ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്.